ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ട്. ദൈവം ദൂരെയാണെന്ന് തോന്നാറുണ്ട്. വചനം വായിച്ചിട്ടും അതിൻ്റെ ആഴം മനസ്സിലാകാതെ പോകാറുണ്ട്. ഭയങ്ങൾ, ആശങ്കകൾ, പരീക്ഷണങ്ങൾ ഇതെല്ലാം നമ്മെ തളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആരെയാണ്? യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, സഹായകനെ ഞാൻ അയക്കും. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 15ഉം 16ഉം അധ്യായങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ് അവിടുത്തെ ദൗത്യം, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ധ്യാനിക്കാം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ. ആമേൻ. യേശു പരിശുദ്ധാത്മാവിനെ പാരാക്ലിറ്റോസ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നമ്മുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നവൻ. ലോകം കുറ്റപ്പെടുത്തുമ്പോൾ, മനുഷ്യർ ഉപേക്ഷിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം മനസ്സുപോലും നമ്മെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് പറയുന്ന ഒരു സ്വരമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. വചനത്തിൻ്റെ ആഴങ്ങൾ മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ വചനങ്ങൾ ഹൃദയത്തിൽ കത്തുന്ന തീ പോലെ അനുഭവപ്പെടാറുണ്ടോ? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അവിടുന്ന് പഠിപ്പിക്കുന്നത് പുസ്തക ജ്ഞാനമല്ല, ജീവന്റെ ജ്ഞാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ യേശുവിൻ്റെ സാക്ഷ്യം ഉണർത്തുന്നു. അതുകൊണ്ടാണ് ചില സാധാരണ മനുഷ്യർ പോലും യേശുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ തൊടുന്നത്. കാരണം സംസാരിക്കുന്നത് മനുഷ്യനല്ല, അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കുറ്റം വിധിക്കാൻ വരുന്നില്ല, രക്ഷിക്കാൻ വരുന്നു. പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, നമ്മുടെ തെറ്റുകൾ കാണിച്ചു തരുന്നു, ഹൃദയം മാറ്റുന്നു. മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ ലോകത്ത് സത്യം പോലും കുഴഞ്ഞു പോകുന്ന കാലമാണിത്. പക്ഷേ യേശു പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. നമ്മൾ പലപ്പോഴും യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നു. കാരണം എന്തെന്നാൽ ആളുകൾ എന്നെ പരിഹസിക്കുമോ, ആളുകൾ എന്ത് വിചാരിക്കും, അതുകൊണ്ട് നമ്മൾ പറയാൻ മടിക്കുന്നു. ഈ ഭയം എവിടെ നിന്നാണ് വരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ തീ കുറയുമ്പോൾ ഭയം വർദ്ധിക്കും. പക്ഷേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണാം, പേടിച്ച് വാതിൽ പൂട്ടിയിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ തെരുവുകളിൽ നിന്ന് യേശുവിനെക്കുറിച്ച് പ്രഘോഷിച്ചു. അതുകൊണ്ട് ശക്തി മനുഷ്യരിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിനിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധാത്മാവേ, എൻ്റെ ഭയങ്ങളെ നീക്കണമേ. യേശുവിനെ സാക്ഷ്യം പറയാനുള്ള ധൈര്യം തരേണമേ. എൻ്റെ നാവിനെ അഭിഷേകം ചെയ്യണമേ. ആമേൻ. യേശു ഒരു കാര്യം വ്യക്തമായി പറയുന്നു, നിങ്ങളെ കൊല്ലുന്നവർ പോലും തങ്ങൾ ദൈവത്തിന് സേവനം ചെയ്യുന്നു എന്ന് കരുതും. എത്ര അത്ഭുതകരമായ വചനമാണിത്. ചരിത്രം നോക്കൂ. വിശുദ്ധ പൗലോസ് പോലും ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. പക്ഷേ പിന്നീട് പരിശുദ്ധാത്മാവ് അവനെ സ്പർശിച്ചപ്പോൾ അവൻ മാറി. സഹോദരങ്ങളെ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചുവെന്ന് കരുതരുത്. കാരണം ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും കണ്ണീരിൻ്റെ രാത്രികളിലാണ് വരുന്നത്. യേശു ഈ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവിനോട് പശ്ചാത്തലത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. അർത്ഥം എന്താണ്? ഞാൻ ഒറ്റയ്ക്കല്ല. യേശു പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വലിയ ദുഃഖമായിരിക്കണം. പക്ഷേ യേശു ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുകയായിരുന്നു. ഇതുവരെ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി പരിശുദ്ധാത്മാവിനിലൂടെ അവരുടെ ഉള്ളിൽ വസിക്കും. എത്ര ആഴമുള്ള സത്യം! ജെറുസലേമിൽ മാത്രം അനുഭവിക്കാവുന്ന സാന്നിധ്യം ഇനി ലോകമെങ്ങും ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷത്തിലും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നത്. അവിടുന്ന് ദൂരെയുള്ള ദൈവമല്ല, നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഏറ്റവും വലിയ പാപം എന്താണ്? യേശുവിനെ നിരസിക്കുന്നത്, രക്ഷയെ തള്ളുന്നത്.
ഈ ലോകത്തിൻ്റെ യഥാർത്ഥ നീതിമാൻ യേശുക്രിസ്തുവാണ്. ലോകം കുറ്റക്കാരൻ എന്ന് വിധിച്ചവനെ സ്വർഗം ഉയർത്തിപ്പിടിക്കുന്നു. കുരിശിൽ പിശാചിന്റെ ശക്തി തകർന്നു. അതുകൊണ്ട് ലോകത്തിലെ താൽക്കാലിക ശക്തികളെ ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തുവിൽ നിൽക്കുന്നവൻ ജയത്തിലാണ്. ഇന്ന് നാം കേട്ടത് ഒരു പഠനം മാത്രമല്ല, ഒരു ക്ഷണമാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുള്ള ക്ഷണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരയണമേ. എൻ്റെ അന്ധകാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ ഭയങ്ങളെ നീക്കണമേ. സത്യത്തിൻ്റെ വഴിയിലൂടെ എന്നെ നടത്തണമേ. യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവിതം സാക്ഷ്യമാകട്ടെ. ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. വചനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.